എല്ലാവർക്കും മലയാളം ടാറോട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ടാറോ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് ഡൈവേർട്ടായി പോയത്. ശരി, ഈ ടോപ്പിക് എന്തായാലും ചെയ്തേ പറ്റൂ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹോപ്പുനോപ്പുനോ ഫോർ തേർഡ് പാർട്ടി ഹീലിംഗ്. എങ്ങനെ ഒരു തേർഡ് പാർട്ടിനെ ഹീൽ ചെയ്യാം, നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഒരുമിച്ച് കൊണ്ടുവരാം എന്നുള്ളതിനുള്ള ഹോപ്പുനോപ്പുനോ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് അതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. എന്താണ് തേർഡ് പാർട്ടി എന്നല്ല, ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ, ഒരു തേർഡ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു തേർഡ് പേഴ്സൺ ആവണം എന്ന് നിർബന്ധമില്ല. അത് ചിലപ്പോൾ ജോബ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, മണി ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അതിനെ നമ്മൾ തേർഡ് പാർട്ടി എന്ന് വിളിക്കുന്നു അല്ലേ? പക്ഷേ നോർമലി എന്താ ഉണ്ടാവുക, അങ്ങനെ ഒരാൾ തേർഡ് പാർട്ടിയിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന നിങ്ങളായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുക. എന്തായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുക? ഇതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് കൂടുതൽ ഫോക്കസ് ആ തേർഡ് പാർട്ടിയിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുണ്ടാവും, ആ സംഭവം കുറേ നമ്മുടെ ലൈഫിൽ കാണാൻ തുടങ്ങും. നിങ്ങൾ എത്രത്തോളം ഒരു സംഭവത്തിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുന്നോ ആ സംഭവമാണ് മാനിഫെസ്റ്റ് ആവുക റിയൽ ലൈഫിൽ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തുണ്ടാവും, നിങ്ങൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വയം നിങ്ങളുടെ തന്നെ സെൽഫ് വർത്ത് ഡൗൺ ആക്കും, കമ്പയർ ചെയ്യും, ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ശരിയാണ്. ഒരു തേർഡ് പാർട്ടി കേസ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ. പക്ഷേ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് ഹീൽ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി അത് ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിയൽ ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സെൽഫ് വർത്ത് ഇഷ്യൂ വരുന്നു, കമ്പാരിസൺ വരുന്നു, ഓവർ തിങ്കിങ് വരുന്നു, ഡൗട്ടുകൾ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അത് ഡിലേ ആയി പോകുന്നതും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഇമ്പോർട്ടൻസ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുമ്പോഴാണ് തേർഡ് പാർട്ടി കൂടുതൽ പ്രോമിനൻ്റ് ആവുന്നത്. നിങ്ങൾ എന്തൊരു കാര്യത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നോ അതാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ നടക്കുക എന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ട് ഈ തേർഡ് പാർട്ടിയിൽ ഇപ്പോൾ എന്തുമായിക്കോട്ടെ, എന്തൊരു തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടി, ഫിഫ്ത്ത് പാർട്ടി എന്തുമായിക്കോട്ടെ, അത് ഈവൻ പാരൻസ്, മദർ ഇൻ ലോ ആയിരിക്കാം, ഫാദർ ഇൻ ലോ ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ലിറ്ററലി തേർഡ് പേഴ്സൺ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഈ പാർട്ട്ണറെ ആ പേഴ്സണായിട്ട് നിങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫോക്കസ് കൊടുക്കാണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യണില്ല നിങ്ങൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്ത് മനസ്സിലാക്കുക, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറാണ് ഫോർ എവർ. ആണോ? നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും മാരീഡ് കപ്പിൾസ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കും ഏറ്റവും ഫോർ എവർ ആയിട്ടുള്ളതെന്നുള്ള സത്യം മനസ്സിലാക്കുക. ബാക്കി ഇടയിൽ വരുന്ന എന്തും ജസ്റ്റ് ടെമ്പററി മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് എത്രത്തോളം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് ആണ്, നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത്, നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ലൈഫിൽ, നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ തന്നെ സ്വയം ഒരു വിശ്വാസം കൊണ്ടുവന്നാൽ തീരാവുന്ന കുറേ പ്രശ്നങ്ങളേ ഉള്ളൂ. ലിറ്ററലി ഹീൽ ചെയ്യേണ്ട ആൾക്കാരുടെ കേസുകളാണ് ഞാൻ പറഞ്ഞത്. ഹീൽ ചെയ്യേണ്ട ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ എന്തുണ്ടാവുക, സെൽഫ് വർത്ത് ഡൗൺ ആക്കും, കോൺഫിഡൻസ് ലോ ആക്കും, കമ്പയർ ചെയ്യും. നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് എന്തുണ്ടാക്കും, വളരെ ഒരു നെഗറ്റീവ് എനർജിയിൽ ഉണ്ടാക്കും. ക്യാൻസൽ വളരെയധികം ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങളെ തന്നെ സ്വയം താഴ്ത്തിയിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കാനായിരിക്കും എല്ലാവരും ഹീലിങ്ങിലേക്ക് കിടക്കുക. സോ ലിറ്ററലി നമുക്കിതെങ്ങനെ ഹീൽ ചെയ്യാം? ഫസ്റ്റത്തെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ സ്വയം സെൽഫ് വർത്ത് ആദ്യം മനസ്സിലാക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹീലിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്, വാല്യൂ, നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് വർത്ത്, നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് എത്രത്തോളം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആലോചിക്കാൻ കൂടുതൽ ശ്രമിക്കുക. ഈ തേർഡ് പാർട്ടിക്ക് ഫോക്കസ് കൊടുക്കൽ കുറയ്ക്കുക. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ചൂസ് ചെയ്യുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളെ ചൂസ് ചെയ്യുന്നു, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഹോപ്പോനോപ്പനോ. എങ്ങനെ നമുക്ക് ഈ കാര്യത്തിൽ ഹോപ്പോനോപ്പനോ ചെയ്യാം? ഹോപ്പോനോപ്പനോ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി ആദ്യം നിങ്ങളൊരു ഇൻറ്റൻഷൻ വയ്ക്കുക. സോ എനിക്ക് അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഹോപ്പോനോപ്പനോൻ്റെ ഒരു കംപ്ലീറ്റ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്.
ആൻഡ് ഇതിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഏത് സിറ്റുവേഷൻസിനുള്ള എല്ലാ രീതിക്കും, അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളം, രണ്ട് രീതിക്കും 2 എഡിഷനായിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കുള്ള എല്ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നും ഹോപ്പോണോപ്പോണോ എങ്ങനെ ചെയ്യണം, ഹോപ്പോണോപ്പോണോ എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ ഡൗട്ട്സ് തുടങ്ങി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പേജും, എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പേജും, പിന്നെ അതിലുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യണതും, പിന്നെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ രീതിക്കുള്ള ഹോപ്പോണോപ്പോണോ, അതെന്തു രീതിക്കും ആവട്ടെ എല്ലാ രീതിക്കുള്ള ഹോപ്പോണോപ്പോണോ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ബുക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാൻ, എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിത് കോളിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സിറ്റുവേഷന് വേണ്ടിയിട്ടും എല്ലാ രീതിക്കും ഈച്ച് ആൻഡ് എവറി ഏരിയ ഓഫ് ലൈഫ് നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടുള്ള ഹോപ്പോണോപ്പോ കംപ്ലീറ്റ് ബുക്ക് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. സോ ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും തോന്നുന്നു. ഇതിൽ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മിസ്സിങ് പോലും ഉണ്ടായിരിക്കില്ല. എങ്ങനെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറി ബേസിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇതിലും തേർഡ് പാർട്ടി ഹീലിങ്ങിനെ കുറിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മാരേജ് ഇഷ്യൂ, മാരേജ് ഹാർമണി, അങ്ങനെ നിങ്ങളുടെ തുടങ്ങിയ എല്ലാ ബേസിക് നമ്മുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഹോപ്പോണോപ്പോണോ പ്രയേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. സോ ഹോപ്പോണോപ്പോണോ ഫോർ തേർഡ് പാർട്ടി. സോ ലിറ്ററലി തേർഡ് പാർട്ടി ഇതുപോലെ ഹോപ്പോണോപ്പോണോ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുക തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ തോട്ട്സും കൂടെയാണ് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ലിറ്ററലി തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഇതാവുന്നു എന്നുള്ളൊരു കുറേ ബാഡ് നെഗറ്റീവ് തോട്ട്സും ഉള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നിങ്ങൾക്കും കൂടെയാണ്. സോ ആ തോട്ട്സ് നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യുക. പക്ഷെ എൻ്റെ ബുക്കിലായാലും ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരാൻ കാരണമായ എൻ്റെ ഉള്ളിലെ ഓർമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോ അങ്ങനത്തെയുള്ള നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് പ്രേ ചെയ്യാം. സോ നിങ്ങളുടെ ആ ഒരു മൂന്നാമതൊരാൾ വരാൻ ഒരു ഇൻറ്റൻഷൻ വെക്കുക നിങ്ങൾ ആദ്യം യൂണിവേഴ്സിന്. ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി വരാനുള്ള ഒരു കാരണത്തായുള്ള തോട്ട്സുകളും അവരായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് ക്രിയേറ്റ് ചെയ്ത തോട്ട്സുകളോടും മാപ്പ് ചോദിക്കുന്നു. അതുപോലെ നിങ്ങൾ ചീറ്റ് ചെയ്തു വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലിലും ആ ജലസിക്കും അസൂയയ്ക്കും എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. എന്നിട്ട് വി ആസ്ക് സോറി ചോദിക്കുക. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ വെക്കുകയാണ്. എന്തൊക്കെ ഒരു പെയിൻ ആണോ നമുക്ക് ഇതിൽ നിന്ന് തോന്നുന്ന ഒരു ജലസി ആയിരിക്കാം, ഒരു കമ്പാരിസൺ ആയിരിക്കാം, അതിനെല്ലാത്തിനും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കാം. നമ്മുടെ തെറ്റായ ചിന്തകളും നമ്മുടെ തെറ്റായ ചരടുകളിലും ഈ റിലേഷൻഷിപ്പിൽ എല്ലാ വേണ്ടാത്ത ഒരു തേർഡ് പാർട്ടീനെ ഹീൽ ചെയ്തതിനും യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പോൾ ഡിയർ യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ഹീലിംഗ് മൈ റിലേഷൻഷിപ്പ്. ഡിയർ യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ഹീലിംഗ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ആരാണോ നിങ്ങളുടെ പാർട്ട്ണറുടെ നെയിം, അത് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുക, പ്രാക്ടീസ് ചെയ്യുക. സോ ഈ ബുക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും ഏതൊരു കാര്യത്തിനും. ആൻഡ് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഞാൻ വെക്കാൻ നോക്കുന്നത്. എല്ലാവർക്കും കൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലായിരിക്കും വെക്കാൻ പോകുന്നത്. ഉള്ളിൽ A4 ഷീറ്റ് പേപ്പേഴ്സ് ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബിക്കോസ് ഒരു ഗ്ലോസി പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം റേറ്റ് കൂടും. സോ എല്ലാവർക്കും അഫോർഡബിൾ ആക്കാൻ വേണ്ടി ഒരു നോർമൽ നമുക്ക് വായിക്കലാണ്, നമുക്കിത് ഉപകാരപ്പെടണം, അത്രയല്ലേ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ബുക്ക് മേടിക്കാം. നിങ്ങളുടെ മാരേജ് ഹാർമണി എല്ലാത്തിനും വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ ചെയ്തതുകൊണ്ട് മാത്രം പറയില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹോപ്പോണോപ്പോണോ എല്ലാ രീതിക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ ഇൻറ്റൻഷൻ അവിടെ എഴുതി തരാം. ഡിയർ യൂണിവേഴ്സ്, ഞാനും എൻ്റെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്തതിനും കൂടുതൽ സ്നേഹത്തിലാക്കി കൊണ്ടുവന്നതിനും, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ഹീലിംഗ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് പേഴ്സൺ, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കേൾക്കാം. മേ ബി കുറേ മെഡിറ്റേഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും. സോ മെഡിറ്റേഷൻ വീഡിയോ കേൾക്കാം. ഡെഫിനറ്റ്ലി എൻ്റെ ഞാൻ മെഡിറ്റേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും ലിസൺ ചെയ്യാം. ലിസൺ ചെയ്തുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ തമ്മിൽ കൂടുതൽ സ്നേഹം, നിങ്ങൾ എന്താണോ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഇൻറ്റൻഷൻ വെക്കുക, എന്നിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു പവർഫുൾ മെത്തേഡാണ് റെഡ് താരാമ. നിങ്ങളുടെ ഏതൊരു തേർഡ് പാർട്ടി ഹീലിംഗ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റെഡ് താരാമയുടെ വീഡിയോ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് റെഡ് താരാമയെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക്
പേടിക്കേണ്ടതില്ല. ഷീസ് എ ഗോഡസ്, ഷീസ് എ മദർലി ഗോഡസ്. ഒരു അമ്മ പോലെയാണ് രക്താരമ്മ. അല്ലാണ്ട് ഇന്ന ടൈം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൃത്തിക്ക് ഇരുന്ന് ചാൻറ്റ് ചെയ്യുക. നമ്മൾ ദേവീനെ പ്രാർത്ഥിക്കുന്ന പോലെ ഇന്ന റിലീജിയൻ ഒന്നുമില്ല. ബട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റേതായ വൃത്തിയിൽ ചാൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിസൺ ചെയ്യാനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ലിസൺ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഹീൽ ചെയ്ത് തരണേന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യാം രക്താരം. അത് നിങ്ങൾക്ക് എന്താണ് ഇൻറ്റ്യൂഷൻ തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിപ്പോൾ ഒരു റോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നതായിരിക്കും. അത് എന്ത് വേണമെങ്കിലായിരിക്കാം, അത് നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി രക്താരമ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വളരെയധികം സഹായിക്കും. ആൻഡ് നിങ്ങൾക്ക് തോന്നും ഈ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തോന്നും. സോ അതിനാണ് നമ്മൾ സ്വയം സെൽഫ് വർത്ത്, ആ സെൽഫ് ലവ് വേണമെന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഹീൽ ചെയ്യണോ, എന്തൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വാല്യൂസ് വേണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആലോചിക്കുക. നിങ്ങളെപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നോ, നിങ്ങളെപ്പോൾ നിങ്ങളെ തന്നെ ഏറ്റവും ഹൈ വാല്യൂ ആയിട്ട് വെക്കുന്നോ, അപ്പോഴാണ് നിങ്ങളുടെ ഒരു വർത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുക. അപ്പോൾ ഈ തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടി, ഫിഫ്ത്ത് പാർട്ടി ഒന്നും നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങളായിരിക്കും നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത്, സെൽഫ് വാല്യൂ എപ്പോഴും ഹൈ ആക്കി വെക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഒരു ഫെമിനൻ എനർജിയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പുറമേ തേടുന്നതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കിപ്പിക്കാനാണ്. അപ്പോഴായിരിക്കും നമ്മുടെ സ്വയം ആ ഒരു വർത്ത്, സ്വയം ഒരു റിയലൈസേഷൻ മനസ്സിലാക്കുക. എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാ കാര്യങ്ങളിലും. അതിൽ അറ്റാച്ച്ഡായി സ്വയം പോലും മറന്ന് എല്ലാവരും വിട്ടുകൊടുക്കുന്ന ആൾക്കാരുകളാണ്. സോ ഡെഫിനറ്റ്ലി അതിനൊക്കെ രക്താരമ്മ ഹെൽപ്പ് ചെയ്യും. ഷീസ് എ വെരി പ്യുവർ ഗോഡസ്. നിങ്ങൾ അമ്മ പോലെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് പ്രാക്ടീസ് ചെയ്യുക. ഈവൻ ഞാൻ എൻ്റെ ബുക്കിലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് സെൽഫ് വർത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഹോപ്പോണോപ്പോണോ ആഡ് ചെയ്തിട്ടുണ്ട്. റിലേഷൻഷിപ്സിനുള്ള ഹോപ്പോണോപ്പോണോ ആഡ് ചെയ്തിട്ടുണ്ട്. എവറി ഏരിയ ഓഫ് ലൈഫ്, മണി ആണെങ്കിലും ഹെൽത്ത് ആയാലും എന്തായാലും നിങ്ങൾ ആ ഒരു പ്രാക്ടീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വർക്കാവും. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് നിർത്തിയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്തും പറ്റും. നിങ്ങൾക്കൊരു പേഴ്സണെ വരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആലോചിക്കുക, നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ നെഗറ്റീവായിട്ടും മാനിഫെസ്റ്റ് ചെയ്യും. സോ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും റെസ്പോൺസിബിൾ ആയിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ തോട്ട്സ് തന്നെ അത് നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. സോ മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോസിറ്റീവ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഓൺലൈൻ അവൈലബിൾ ആക്കുകയാണെങ്കിൽ അതിനുള്ള പ്രൊസീജിയേഴ്സ് നോക്കുന്നുണ്ട്. സോ എല്ലാവർക്കും മാക്സിമം അവൈലബിൾ ആക്കാൻ നോക്കാം. അതുവരെ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ലവ് യു ലോട്ട്സ് എവറി വൺ. സ്റ്റേ ബ്ലെസ്ഡ്.